നിങ്ങൾ വൈറ്റ് ഹോൾ എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് ഹോൾ എന്ന് കേട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ കാണും. പക്ഷേ വൈറ്റ് ഹോളിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. വൈറ്റ് ഹോൾ പക്ഷേ വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആണ്. ഈ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ബ്ലാക്ക് ഹോളിൻ്റെ നേരെ വിപരീതമായിട്ടാണ് വൈറ്റ് ഹോൾ പ്രവർത്തിക്കുന്നത്. ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് വസ്തുക്കളെല്ലാം വലിച്ചിടുകയാണല്ലോ, അല്ലെങ്കിൽ ഒരു നൂല് പോലെ വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ വൈറ്റ് ഹോള് കുറച്ചുകൂടെ വ്യത്യാസമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നും പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ, സെലസ്റ്റിയൽ ബോഡീസൊക്കെ വെളിയിലേക്ക് വരികയാണ്. നമ്മളിവിടെ കാണുന്ന പല വസ്തുക്കളും അത്തരത്തിൽ വന്നുവെന്നാണ് വൈറ്റ് ഹോൾ ഹൈപ്പോത്തിസിസ് പറയുന്നത്. പക്ഷേ വൈറ്റ് ഹോൾ ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് മാത്രം തുടരുകയാണ്. അതൊരു സയൻറ്റിഫിക് തിയറി അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വൈറ്റ് ഹോളിനെ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. ബ്ലാക്ക് ഹോളിനെ നമ്മൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബ്ലാക്ക് ഹോളുകളുടെ ചിത്രങ്ങൾ നമ്മൾ ചിത്രീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി ഒരു ഫാക്റ്റാണ്, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വൈറ്റ് ഹോൾ ഇപ്പോഴും ഒരു തിയറി ആയിട്ട് തന്നെ തുടരുകയാണ്. മറ്റൊരു കോൺസെപ്റ്റ് അനുസരിച്ച് ബ്ലാക്ക് ഹോളിലേക്ക് എത്തപ്പെടുന്ന സകല സെലസ്റ്റിയൽ ബോഡികളും മറ്റെവിടെയോ ഉള്ള ഒരു വൈറ്റ് ഹോളിലൂടെ പ്രപഞ്ചത്തിൻ്റെ വെളിയിലേക്ക് വരുന്നു. ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുന്നവയൊന്നും പ്രപഞ്ചത്തിൽ ഇല്ലാതെയാകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സിംഗുലാരിറ്റിയിൽ അകപ്പെട്ടു പോകുന്നില്ല. ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ ഒരു വലിയ പോർട്ടലുണ്ട്, ഒരു വേം ഹോൾ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പോർട്ടൽ. ആ പോർട്ടലിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് ആ വസ്തുക്കളൊക്കെ മറ്റൊരു ഭാഗത്ത് വൈറ്റ് ഹോളിലൂടെ വെളിയിലേക്ക് വരുന്നു. ഇതൊരു സയൻറ്റിഫിക് തിയറിയേ അല്ല, ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സയൻസ് ഫാക്റ്റുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.